റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അത് വർഷങ്ങളായി നീണ്ടു നിന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 4 കൊല്ലത്തിലേറെ കാലമായി നടക്കുന്ന യുദ്ധ സാഹചര്യം കെട്ടടങ്ങിയിട്ടില്ല പരിപൂർണമായി. റഷ്യയ്ക്ക് വേണ്ടി ഇറാൻ വലിയ തോതിലുള്ള സഹായങ്ങൾ സൈനികപരമായി നൽകാൻ ശ്രമിച്ചു. റഷ്യയ്ക്ക് ഊർജതന്ത്ര മേഖലയിൽ ഇറാനുമായി സൗഹൃദമുണ്ട്, സഹകരണമുണ്ട്. ഇപ്പോൾ ഇറാനെ ഏറ്റവും കൂടുതൽ ശക്തി പകരുന്നതും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും റഷ്യ തന്നെയാണ്. ഇത് യൂറോപ്യൻ യൂണിയന് കടുത്ത വെല്ലുവിളിയുമാണ്. ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇറാൻ കടുത്ത വെല്ലുവിളിയാണ് അവർക്ക് ഉയർത്തുന്നത്. GCC രാജ്യങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടലുകളെ തള്ളിപ്പറയാൻ വരെ GCC രാജ്യങ്ങൾ, UAE ആയിരുന്നാലും ഖത്തർ ആയിരുന്നാലും സൗദി അറേബ്യ ആയിരുന്നാലും കൃത്യമായി ശ്രമിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കുവൈത്ത് അടക്കമുള്ളവർ വളരെ വ്യക്തമായി എടുത്തിരിക്കുന്ന നിലപാട് അമേരിക്കയെ പരിപൂർണമായും വിശ്വസിക്കാൻ കൊള്ളില്ല. അവിടെയാണ് റഷ്യയുടെ ഇന്റർഫിയറൻസ് ഉണ്ടാകുന്നത്. റഷ്യക്ക് ഒരു പുതിയ സാഹചര്യം കിട്ടിയിരിക്കുകയാണ്. ഒരു നൂൽപ്പഴുത് പോലെ ഒരു എൻട്രി കിട്ടിയിരിക്കുകയാണ്. ബ്രിക്സ് രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ റഷ്യ കൃത്യമായിട്ടുള്ള സംവാദം നടത്തിയിരുന്നു. കൃത്യമായി ഒരു ആൾട്ടർനേറ്റീവ് കറൻസി US ഡോളറിന് സമാനമായി ആവിഷ്കരിക്കേണ്ടതിന്റെ കാര്യങ്ങൾ ചൈനയുടെ പ്രസിഡന്റായ സി ജിൻപിങ്ങും റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും സംയുക്തമായി ചർച്ച ചെയ്തിരുന്നു. ഇതെല്ലാം അണിയറയിൽ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി യൂറോപ്യൻ യൂണിയനെ വരച്ച വരയിൽ നിർത്തുക. യൂറോപ്യൻ യൂണിയൻ വലിയ തോതിലായിരുന്നല്ലോ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഉക്രൈനെ സഹായിക്കാനും വളരെ വ്യക്തമായി തന്നെ ഫണ്ട് ട്രാൻസ്ഫറിനും സാമ്പത്തിക സഹായത്തിനും ആയുധ സപ്ലൈക്കും ഒക്കെ തയ്യാറെടുത്തു നിന്നത്. ഒടുവിൽ ഇപ്പോൾ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ അതിസങ്കീർണമാകുന്നു എന്ന് കാണുമ്പോൾ നാറ്റോ സഖ്യരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ നോക്കിക്കണ്ടുകൊണ്ട് ഇറാൻ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുക എന്ന് റഷ്യ പറഞ്ഞാൽ, റഷ്യ പറഞ്ഞിരിക്കുന്ന നിലപാട് എന്താണ്? ഇറാൻ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് ഇറാന്റെ വഴിയല്ല, ഇറാനെ വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇവരുടെ ആരുടെയും ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും നീക്കങ്ങൾ. ഇവരെ ദൈനംദിനമായ ജീവിതത്തിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നയതന്ത്ര ബന്ധത്തിൽ നിരവധിയായ സാഹചര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇറാനല്ല ഏത് രാജ്യമായിരുന്നാലും ഇവരുമായി ഒരു ഡീൽ വെക്കാൻ പതറും. അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. യൂറോപ്യൻ യൂണിയൻ ആയിരുന്നാലും അതുപോലെ തന്നെ UN അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും ഏറ്റവും കൂടുതൽ GCC രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും അമേരിക്ക തികഞ്ഞ പരിപൂർണമായ പരാജയം തന്നെയാണ്. റഷ്യ അമേരിക്കയെ ഓങ്ങി വെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും റഷ്യ പറയുന്നു, നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് കൂടുതൽ വായ്ത്താരി മൊഴിയണ്ട,